പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്നുള്ള വിഷയത്തിന്റെ മൂന്നാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുക. അരമണിക്കൂർ വെച്ചുള്ള ക്ലിപ്പുകളാണ് നമ്മൾ ജനത്തിന് കൊടുക്കുന്നത്. അവരിത് കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. അപ്പം ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വമാണ്. പൗലൂസ് പുതിയ നിയമ ശുശ്രൂഷകന്മാരെ കുറിച്ചും പൗലൂസ് പറയുന്നത് സഭയുടെ ശുശ്രൂഷന്മാർ ആരെന്നാ പറഞ്ഞു? സഭയുടെ ദൂതന്മാരെന്ന് പറയുന്നില്ലേ? സഭയുടെ ഇന്നുള്ളവരെയൊക്കെ ദൂതന്മാരെന്ന് പറയുമോ? 8 വിധ പോക്കറ്റ് വിട്ട് നടക്കുന്നവനെ ചിന്തിച്ചേ, പൊളിച്ചു കളയാ അവരെയൊക്കെ. ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലം മൂത്ത് വിശ്വാസികളെ കൊള്ളയടിക്കുന്നവരെ കുറിച്ച് ഇതാ ദൈവത്തിന്റെ ദൂതനെന്ന് പറയുമോ? തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങളെ, നമ്മളെക്കുറിച്ച് ലോകം പറയണം, ഇതാ ദൈവത്തിന്റെ ദൈവ മനുഷ്യൻ പോകുന്നു, ഇതാ ദൈവത്തിന്റെ ദാസന്മാർ പോകുന്നു. ഹല്ലേലൂയ. അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. നടന്നിട്ടുണ്ട് പലതും, ഒന്നും പറയാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാര ആൾക്കാരല്ല. ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ നിലനിന്ന് ഈ പത്യവചനം പത്യോപദേശം ലോകത്തിന് സ്വത്രം നിർവാചം അത് നമ്മളത് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ ആരാണ്? ദൈവത്തിന് മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ ജനം കാണും. യേശുക്രിസ്തു ഒരിക്കലായിട്ട് വന്നു, താനിവിടെ വന്നു, അത്ഭുതങ്ങൾ ചെയ്തു, 33 വയസ്സ് മരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോയി, പരിശുദ്ധനെ നൽകി, കൃപകളും മരങ്ങളൊക്കെ നൽകി, രോഗശാന്തി വിശേഷം എല്ലാം നമുക്ക് നൽകി, പല പല സ്വത്ര കൃപാവരങ്ങളൊക്കെ ദൈവം തന്നു. പിന്നെ ഈ കൃപാവരങ്ങൾ പ്രാപിച്ചവര് അത് വെച്ച് കള്ളക്കച്ചവടം ചെയ്തു. കൃപാവരങ്ങൾ പ്രാപിച്ചിട്ടില്ല, അത് ഒന്നാമത്തെ കാര്യം. കൃപാവരങ്ങൾ പ്രാപിച്ചൊന്നും കള്ളക്കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഇത് വ്യാജമായ നിലയിൽ ഈ പലതും ഒക്കെ പറഞ്ഞ് കള്ളപ്രവചനം പറഞ്ഞ് രോഗശാന്തി ഭൂതശാന്തി ഇതൊക്കെ വെറും തട്ടിപ്പും ശുദ്ധമായ പോഷ്കുമാണ്. ഞാനത് നന്നായി മനസ്സിലാക്കി പഠിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെങ്കിലും ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാരെ പോലെ ആ ഉപദേശങ്ങൾ പഠിച്ച് പറയുകയും അവരെ പോലെ നിർമ്മലമായി ജീവിക്കുകയും നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുകയും നല്ല മനസ്സ്, ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസമുള്ളവരായി കർത്താവിന് വേണ്ടി ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിന് മഹത്വമാണ്. നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മുഖാന്തരം നരകാഗ്നിയിൽ നിന്ന് അനേകർ ഒഴിയപ്പെട്ടു പോകും. നിങ്ങൾ മുഖാന്തരം രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ മുഖാന്തരം ഭൂതഗ്രസ്തത്തിൽ നിന്ന് അനേകർക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയും. ദൈവത്തിന്റെ മഹത്വമായി തീരാനിടയായി തീരും. ഞാൻ ദൈവദിനം പഠിപ്പിച്ചു. ഞാൻ അന്ന് ഇത് മനസ്സിലാക്കിയ വിഷയമാണ്. ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ അവനിൽ നിങ്ങൾക്കും. അപ്പോസ്തലന്മാര് മഹത്വത്തിന്റെ പുകഴ്ചയായതുപോലെ എഫേസിലെ വിശ്വാസികളും മഹത്വത്തിന്റെ പുകഴ്ച എന്നാണ് ആ വാക്യം കാണിക്കുന്നത്. ഇനി അവിടെ നിന്ന് ഞാൻ പോട്ട് പോവാം. വായിച്ചാട്ടെ. പതിനാലാമത്തെ വാക്യമാണ്. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഫ്രാൻസിസേ, സൂക്ഷിച്ചോണേ. ഈ അവകാശം കിട്ടണമെങ്കിൽ എന്താ വേണം? പരിശുദ്ധാത്മാവിന്റെ മുദ്ര വേണം. ഹല്ലേലൂയ. അത് ഭയങ്കര പഠനമാണത്. ഹല്ലേലൂയ. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഇവിടെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഇവിടെ പൗലോസ് പഠിപ്പിച്ചു. ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, അവകാശം. 14-ാം വാക്യത്തിൽ പറയാം, സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പ് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരം. അവകാശത്തിന്റെ അച്ചാരം പരിശുദ്ധാത്മാവ്. യഹൂദ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു യഹൂദനായ യവനക്കാരൻ വരുമ്പോൾ, ചരിത്ര പഠനമാണ്, വിവാഹം കഴിക്കാൻ വന്നു. അപ്പനും അമ്മയും എല്ലാവരുമായിട്ടൊക്കെ വന്നു, കണ്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചു, കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇന്നാളൊരു പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടു, ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഒരു ചെറുക്കൻ ചെന്നു വീട്ടിൽ. ആ വിശ്വാസിക്ക് വീട്ടിലാ. അപ്പോൾ ചോദിച്ചു, എടാ ഏതാടാ ഈ കൊച്ച്? അത് ഇമെയിലിൽ നിന്ന് കിട്ടിയ ഫീമെയിലാണ്. ഇങ്ങനെയുണ്ട്, ഇമെയിലിൽ നിന്ന് കിട്ടിയ ഫീമെയിൽ. ഇമെയിലിലൂടെ തപ്പി സംസാരിച്ച് അവസാനം എന്ത് ചെയ്യുക? ഒപ്പിച്ചെടുത്ത ഒരു പെണ്ണാണ്. ഇവിടെ അതല്ല.
രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, അതൊക്കെ മനോഹരമായൊരു സബ്ജക്റ്റാണ്. അബ്രഹാം തൻ്റെ മകനെ ഭാര്യയായി തിരഞ്ഞെടുക്കാനായിട്ട് എലയാസറിനെ പറഞ്ഞു വിടുമ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങോടെ എവിടെയൊന്നും ചെയ്ത് നമ്മളെ സ്വന്തക്കാരിലും ചാർച്ചക്കാരിലും ചെന്ന് ഒരു പെണ്ണിനെ അന്വേഷിച്ചെടുക്കണം. അതിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ കാര്യങ്ങളെല്ലാം തെങ്ങ് റബേക്കെ അല്ലേ, സഹാക്കിന് വേണ്ടി. എത്ര മനോഹരമായൊരു വിഷയമാണ് അത്. പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല, ഇത് കല്യാണ വിഷയം അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. സ്തോത്രം. ആ എലയാസർ പരിശുദ്ധാത്മാവിന്റെ നിഴലായിട്ടാണ് നമ്മൾ പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞൊരു വിവാഹം കഴിക്കുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഒരു തക്ക തുണ, ഇണയാകരുത്, ഇണ പറന്നു പോവും. തക്ക തുണയാണെങ്കിൽ കൂടെ കാണും. മനസ്സിലായോ? ഇതൊക്കെ വചനത്തിലെ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യഹൂദ കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെടുക്കാൻ നേരത്ത് അവൻ അവിടെ ചെന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരു അച്ചാരം കൊടുക്കും. അച്ചാരം, അതിന് പല നിലയിലൊക്കെ പറയുമ്പോൾ ജുവൽസ്, മുത്തുകളാണെന്ന് പറയപ്പെടും. ഒരു കിഴി കെട്ടിക്കൊണ്ട് കൊടുക്കും. അത് ഈ പെണ്ണിലേക്ക്. അത് വിവാഹം കഴിക്കുന്നവരെ ഇതെന്ത് ചെയ്യണം? സൂക്ഷിച്ചേക്കണം. ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതാ യേശു പറയും, നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വിളക്കടിച്ച് അത് ഭാര്യ എടുത്തോണം. നമുക്ക് ഈ കിഴി എന്നുള്ളത് കൃപാപരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അച്ചാരമായി പരിശുദ്ധാത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളുമായിട്ട് ഇതിനെ പഠിപ്പിക്കുന്നുണ്ട് വേദപണ്ഡിതന്മാർ. ഞാനും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ എന്തൊക്കെ കിട്ടി? ആത്മഫലങ്ങൾ ഉണ്ടായി. എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത എന്നീ കാണാപ്പാടം പറയുന്നുണ്ട്. പ്രാപിച്ചത് പ്രാപിച്ചോണം. പിന്നെ വരങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ കൃപാവരങ്ങൾ കുറഞ്ഞിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. കൃപാവരം കിട്ടിക്കഴിയുമ്പോൾ ആൾക്കാർ ഞാൻ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാണെന്ന് പറയുമ്പോൾ പൊങ്ങുമല്ലോ. അതുവേണ്ടി അത് കിട്ടിയില്ലേലും കുഴപ്പമില്ല. ആത്മഫലത്താൽ നീ ജീവിച്ചാൽ മതി, നിനക്ക് അക്കരെ പോകാം. കൃപാവരം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അത് അങ്ങനെ ആ പ്രാപിക്കുന്നവർ അതിൻ്റെതായ ആത്മീക പക്വതയും അതിൻ്റെ പരിജ്ഞാനവും അതിൻ്റെ വിവേകവും അതിൻ്റെ താഴ്മയും അതിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും പ്രാപിച്ച് മാത്രമേ ആ കൃപാവരങ്ങൾ പ്രാപിച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കി കളയും സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച്. ആത്മഫലങ്ങൾ ഇവിടെ എന്തായിരിക്കുന്നത്? വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു മുദ്ര, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യൻ്റെ മേൽ ദൈവം ഇടുന്നൊരു മുദ്രയാണ്. അതിനെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിട്ട് അവർ കൊടുക്കുക. അതൊരു മുദ്രയായിട്ട് എഫേസ്യ ലേഖനത്തിൽ ആലങ്കാരിക പദപ്രയോഗത്തിൽ ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ യഹൂദ കുടുംബത്തിൽ വന്ന് പെണ്ണിനെ വിവാഹം കഴിക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ ഒരു കിഴി കൊടുക്കുന്നു. അത് സ്തോത്രം ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയായിട്ട് അത് പഠിപ്പിക്കുകയാണ് പൗലോസ് ഇവിടെ. അത് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, ആ ആത്മാവിനെ പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നടന്ന് ആത്മഫലങ്ങൾ പുറപ്പെടുവിച്ച് ആത്മവരങ്ങളാൽ നിറഞ്ഞ് ദൈവസഭയ്ക്കും ദൈവജനത്തിനും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പ്രയോജനമുള്ളൊരു ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് ആ മുദ്ര നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മുദ്ര പോകും. ആത്മാവിനെ പ്രാപിച്ചവൻ ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ആത്മാവ് പോകുന്നു. 1 യോഹന്നാൻ 4:6 വായിച്ചോ. സ്തോത്രം. വളരെ വിലപ്പെട്ടൊരു വാക്യമാണേ. 1 യോഹന്നാൻ 4:6 വളരെ വിലപ്പെട്ട വാക്യമാണേ. എല്ലാവരും മനഃപ്പാഠമാക്കണം വാക്യം. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും എവിടെ വെച്ചാൽ ആ ലാസ്റ്റ് ഭാഗം കൊണ്ടുവന്ന് യോഹന്നാൻ അവസാനിപ്പിച്ചിരിക്കുന്നതിൻ്റെ അപകടം മനസ്സിലായിട്ടുണ്ടോ? ഞങ്ങൾ ദൈവത്തിലുള്ള അപ്പോസ്തലന്മാർ ദൈവത്തിൽ നിന്നുള്ളവരാ. ആ ദൈവത്തിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്ക് കേൾക്കും, ഇല്ലെങ്കിൽ അത് കേൾക്കത്തില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം പറയുമ്പോൾ ചിലർക്ക് നീറുകടിക്കും. കാര്യം എന്താ? ആത്മാവ് മാറിക്കിടക്കുക. അവരുടെ വഴക്കിടാനും നമ്മൾ പോകണ്ട. പറഞ്ഞിട്ട് മാറിയെ പോയി എന്ന് ബാധിച്ചാൽ മതി. ആട്ടിച്ചങ്ങോട്ട് ഏൽപ്പിക്കാനും നിൽക്കണ്ട. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഏതിനാൽ അറിയാം? ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും അറിയാം. സത്യത്തിൻ്റെ ആത്മാവ് ഏത്, വഞ്ചനയുടെ ആത്മാവ് ഏതെന്ന് അറിയാം. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
യഹൂദ കുടുംബത്തിൽ ചെന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ വരൻ കൊടുക്കുന്ന ഒരു കിഴിയുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയ്ക്ക് നിദാനമാണ്. ആ കിഴി, ആ കൊടുക്കുന്ന ജുവൽസ് ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ വിവാഹം നടക്കുന്ന ആ സെക്കൻഡ് വരെ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ വധുവിനുണ്ട്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിർമ്മല കന്യകയായി മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി സഭയുടെ പദം അലങ്കരിക്കാൻ, മണവാട്ടി പദത്തിലേക്ക് യാത്ര ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു കന്യകയായ സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് ആ കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര നഷ്ടപ്പെടുത്താൻ പാടില്ല. നഷ്ടപ്പെടുത്തിയാൽ എന്ത് പറ്റും? കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. അത് വേറൊരു നിലയിൽ നമുക്ക് പഠിക്കാം. ഞാൻ വാക്യം എടുക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു വലിയ കല്യാണ സദ്യയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചു. സ്വർഗരാജ്യത്തെ ഒരു കല്യാണ സദ്യയ്ക്ക് വിളിച്ചു. അപ്പോൾ അവിടുത്തെ സിസ്റ്റം, ആ വിളിക്കുന്നവർക്കൊക്കെ ഓരോ ഡ്രസ്സ് കൊടുക്കും. അത് രക്ഷാവസ്ത്രം, നീതിൻ വസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വേദപണ്ഡിതന്മാർ. അപ്പോൾ ഒരുത്തൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഇതൊന്നും ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പൊ അതിന്റെ കാര്യസ്ഥൻ വന്നിട്ട് ചോദിച്ചു, എന്തൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? സ്നേഹിത, നീ എങ്ങനെ അകത്ത് വന്നു? ഫ്രാൻസിസേ, എന്താ മറുപടി പറഞ്ഞവൻ? പറ പറ പറ. ഇതൊക്കെ വേദപുസ്തകമൊക്കെ വായിക്കണം കേട്ടാ. കടൽക്കാറ്റ് കൊണ്ടെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് പോകരുത്. പുസ്തകം വായിക്കണം, വീട്ടിൽ നന്നായിട്ട് വായിക്കണം. ആ ഉത്തരം മുട്ടിപ്പോയി എന്ന് അവിടെ എഴുതിയേക്കണം, അല്ലേ ചേ? ഉത്തരം മുട്ടിപ്പോയി, പറയാനൊന്നും ഉണ്ടായില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ വേർപാടിലും ജീവിച്ച് അപ്പോസ്തലനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്ത് പോകുമെന്ന് പറയുമ്പോൾ 100 കാര്യങ്ങളാണ് നമുക്കെതിരെ അവർ പറയുന്നത്. ഒന്നും മിണ്ടണ്ട. വചനം കൃത്യമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ പോയി വടക്കുണ്ടാക്കാൻ പോകണ്ട. ഉത്തരം ദൈവത്തോടവും കൊടുത്തോളും. ഇവിടെ കല്യാണ സദ്യക്ക് വേണ്ടി ഒരുങ്ങിയിരുന്ന വ്യക്തികളുടെ ഇടയിൽ ആ കല്യാണ വസ്ത്രം ഇല്ലാതെ വന്ന, കല്യാണ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് നമ്മൾ പോകുന്ന ഏത് വസ്ത്രം ധരിച്ച? രക്ഷാവസ്ത്രം, നീതിയിൻ വസ്ത്രം, ദൈവം നീതീകരിച്ച നീതിയിൻ വസ്ത്രവും, ദൈവം തന്ന രക്ഷാവസ്ത്രവും, രക്ഷയുടെ അനുഭവം, ദൈവം നീതീകരിച്ച നീതിയുടെ അനുഭവം, ഇതിനെ വസ്ത്രങ്ങളായി പഠിപ്പിക്കുന്നു. ഇതിട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. പിന്നെ മരിച്ചു കഴിയുമ്പോൾ കുഴിച്ചിടുന്ന കാര്യമോ അത് നല്ല ഭംഗിയായിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. ഈ അടക്കുകളിലൂടെ എനിക്ക് വലിയ സങ്കടമാണ്, വേദനയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടവനാണ്, കാര്യം ശരി, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, വചന നിശ്ചയമില്ല. അപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. യേശുക്രിസ്തു പ്രബോധനം പറയുന്ന അപ്പച്ചനാ. യേശുക്രിസ്തു മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വന്ന് കരഞ്ഞു, കണ്ണുനീറുവാൻ. അച്ചായൻ കൊടുത്തൊരു മറുപടി കേൾക്കണോ? അപ്പോഴേ അച്ചായൻ വെളിവില്ലാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ചായൻ പറഞ്ഞ മറുപടി ഇതാണ്: എനിക്കും ഈ ഗതിയാണല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു പോയതാണ്. എൻ്റെ ദൈവമേ, എനിക്കെന്ത് സങ്കടം തോന്നിയത്. ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ. യേശു കരഞ്ഞത് ലാസറിന് വന്ന ഗതികേട് നാളെ എനിക്കും വരുമെന്ന് ഓർത്ത് കരഞ്ഞതാണ്. എന്ത് ബന്ധമുണ്ട് ദൈവമക്കളെ? അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അപ്പച്ചന് തുമ്പും വെളിവില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പച്ചൻ കഴിഞ്ഞ ദിവസം മരിച്ചു, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മരിച്ചു. ഒരു പറ്റം പാസ്റ്റർമാർ, കുറ്റം പറയല്ലേ, എവിടെ കേട്ടോ ആള് നിൽപ്പുണ്ട്. ഒരു പറ്റം പാസ്റ്റർമാർ വന്നു നമ്മുടെ പിതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. കാരണം അമേരിക്കക്കാർ, പിന്നെ ലണ്ടൻകാർ, ദുബായ്ക്കാർ, ഫോറിനേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും കൂടി വന്നു. പാസ്റ്റർമാർക്കെല്ലാം ഞാനും ഉണ്ടായിരുന്നു. ഞാൻ മിന്നിക്കളഞ്ഞ അവിടെ നിന്ന്. അല്ല, ഡെഡ് ബോഡി കിടക്കുന്നതിന് പിന്നെ തലം വിട്ട് അവിടെ കിടന്ന് തപ്പ് നമ്മളെവിടെ കിടണം, നമ്മളെ കിட்ட പിടികിട്ടത്തില്ല. ഇതിൻ്റെ ഇടയിൽ കിടന്ന് നമുക്ക് എന്താ പറയും? എല്ലാവരും എനിക്ക് തോന്നിയിട്ട് എനിക്ക് നന്നായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷ എനിക്കറിയാം. അദ്ദേഹം അവിടെ കിടന്ന് ഭയങ്കര പ്രസംഗം. അല്ലല്ലോ, ഞാൻ ആരും കാണാതെ ഒരു മൂലയിൽ ഇപ്പോൾ ഓടിച്ചിരുന്നു. കാരണം എന്നെ മുമ്പോട്ട് വിളിച്ച് 2 എണ്ണം പറയാൻ ഞാൻ എന്ത് പറയും വെച്ചാൽ എന്താ ഞാൻ പറയുന്നത്? ഇത് ചിന്തിച്ചേ. ഞാൻ അവരെയൊക്കെ സുഖിപ്പിക്കാൻ പോസ്റ്റ് പറയണ്ടേ? അതുകൊണ്ട് ഞാൻ തോളിലിങ്ങനെ ചായിരിക്കും. ആ ശുശ്രൂഷൻ ആ കോർഡിനേറ്റ് ചെയ്യുന്ന പാസ്റ്റർ ജോസഫ് പാസ്റ്റർ കാണാതിരിക്കാൻ മറഞ്ഞിരുന്നു. കാരണം വിളിക്കാതിരിക്കാൻ. വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, പോയാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല.
എന്നാൽ എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. എനിക്ക് അവിടെ പറയേണ്ട ഒരു കാര്യമില്ല. പോസ്റ്റ് പറയാൻ എൻ്റെ നാവിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവവചനം പറയുന്ന നാവ് കൊണ്ട് പോസ്റ്റ് പറയാൻ പാടില്ല. അത്ര ആത്മിക നിലവാരമില്ലാത്ത പാസ്റ്റർമാരാണ് ഇത് കിടക്കുന്നത്. ഈ അടക്ക് കഴിഞ്ഞതിന് ശേഷം ചാപ്പാടും അതിനോടനുബന്ധിച്ചൊരു കവറും ഒക്കെ കിട്ടാൻ വേണ്ടി എന്തും പറയുന്നവരെ, ഏത് നിലയിലും പ്രസംഗിച്ചു കൂട്ടുന്നവരെ, അങ്ങനെയുള്ളവർ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നുള്ള ഹൃദയം നിങ്ങളുടെ മലിനമായി പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. പോസ്റ്റ് പറയാൻ നാവിനെ വിട്ടുകൊടുക്കരുത്. നിത്യതയിലേക്ക് പോകാത്ത ഒരാൾ നിത്യതയിൽ പോയെന്ന് പറയരുത്. വേറെ എന്തൊക്കെ നമുക്ക് പറയാം? ആ പ്രിയ പിതാവ് മരിച്ചുപോയി, ആ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പൊതിഞ്ഞ് പറഞ്ഞ് സ്ഥലം വിടാം. അവിടെ നിന്ന് പ്രകാകളം ധരിക്കുമ്പോൾ എഴുന്നേറ്റ് വരും. മരിച്ചവർ ഉയർന്നെഴുന്നേൽക്കുമ്പോൾ പ്രിയ ചെറിയാപ്പച്ചനും എൻ്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞാൽ അത് പോസ്റ്റാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് സ്തോത്രം, ഇവിടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കർത്താവിൻ്റെ വരവിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സ്തോത്രം, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മഹത്വത്തിൻ്റെ വീഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നടക്കണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചവൻ നടക്കണം. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്തോത്രം മുദ്രയിട്ട് നിങ്ങൾ ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ പാടില്ല. അനന്യാസും സഭയോടനുബന്ധിച്ച് പത്രോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിങ്ങൾ പറഞ്ഞൊത്തതെന്ത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇതൊക്കെ ആരെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ ഇന്ന്? ഹല്ലേലൂയ. കാരണം എന്താ? മുദ്രയിട്ടിരിക്കുക പരിശുദ്ധാത്മാവിന്. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം നഷ്ടം വരാൻ പാടില്ല. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, എൻ്റെ കൈവപ്പിനാൽ നിന്നെ ലഭിച്ച കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് പറയും. നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കരുത്, പറയരുത്. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? എന്തോ പറ്റും ഫ്രാൻസിസേ? ഈ മുദ്ര താനെ അങ്ങ് മാഞ്ഞു. പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയും ആ ചിന്ത. ഇന്ന് ആത്മീയ ഗോളത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ, പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാതെ, പരിശുദ്ധാത്മാവിനാൽ വിരചിതമായ ഈ ദൈവവചനത്തിന്റെ സത്യങ്ങളെ ജീവിതത്തിൽ അനുസരിക്കാതെ, അനുസരണക്കേട് കാണിച്ച് പരിശുദ്ധാത്മാവരെ വിട്ടുപോയിട്ട് പിന്നെ അന്യഭാഷ നേരത്തെ പറഞ്ഞ പല്ലവികളായി പറഞ്ഞുകൊണ്ടിരിക്കുക. അന്യഭാഷ സംസാരിക്കുന്നവരാണോ ഈ കാണിക്കുന്ന ദുരുപദേശം മുഴുവൻ പറഞ്ഞു കൂട്ടുന്നത്? വാ തുറന്നവർ അന്യഭാഷയിലേ വരുള്ളൂ. ഞാനതിന് അന്യഭാഷ എന്ന് പറയത്തില്ല, അന്യായ ഭാഷ എന്ന് പറയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, ആത്മാവിൽ സംസാരിക്കുന്നവൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ, അവൻ്റെ ശുശ്രൂഷയും അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും ദൈവഹിതത്തിനനുസരിച്ചായിരിക്കണം, വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചായിരിക്കണം. അല്ലെങ്കിൽ ആത്മാവ് അവനെ വിട്ടുപോകും. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര അവരിൽ നിന്ന് മാറ്റപ്പെടും. ശുശ്രൂഷ തകർത്ത് വെച്ച് നടക്കും. ഊതിയിട്ട് ഉന്തിയിട്ട് കൊരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദിപ്പിച്ച് മനുഷ്യനെ ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ടുള്ള പല ശുശ്രൂഷകളിലേക്കും നടത്തിയിട്ട് അവസാനം നിത്യമായ നാശത്തിലേക്ക് പോകാൻ ഇടയായി തീരുമെന്ന് ഈ വചനത്തെ ആസ്പദമാക്കി ഞാൻ ശക്തമായിട്ട് വിളിച്ചു പറയും. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇതിനെ അവിടെ പ്രാർത്ഥിച്ചു. ശക്തമായ വചനം പ്രഘോഷണമായി. സ്തോത്രം. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നെ പത്രോസ് എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. വ്യാജം എന്തൊക്കെ വ്യാജമായി ആത്മീയകൂടത്തിൽ കാണുന്നത്? ഏതൊക്കെ നിലയിലാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്? ഞാനത് ഒരു ബ്രീഫായിട്ടൊന്ന് തുറന്നു കൊള്ളുക. ഈ അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന ഉപദേശം അനുസരിച്ചുള്ള ശുശ്രൂഷകളും ഈ ഉപദേശം അനുസരിച്ചുള്ള ക്രിസ്ത്യ ജീവിതവും
നമ്മളിൽ ഇല്ലാതെ അത് വ്യാജമായ നിലയിൽ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ ആത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്, ആത്മാവിനെതിരെ വ്യാജം പറയുകയാണ്. അതിൻ്റെ ശിക്ഷ നമ്മൾ ദൈവത്തോട് പറഞ്ഞു. സ്വതം ഈ ദൈവമക്കളെ, ഇന്ന് രാവിലെ കർത്താവ് എനിക്കൊരു വചനം തന്നു. അതായത് ഞാനത് കുറിച്ചിട്ടതാണ്, ഇവിടെ കാണാൻ കഴിഞ്ഞത്. സ്വതം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും റെക്കോർഡാണ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? യഹോവയുടെ കണ്ണ് പറ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത് ആകാത്തവരെയും നല്ലവരെയും. നല്ലവരാരാ? കർത്താവിനെ സേവിക്കുന്നത്. ആകാത്തവരാരാ? കുട്ടന്മാര്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരിക്കുക. ഏദൻ പൂങ്കാവനത്തിൽ അവർ പഴം തിന്നപ്പോൾ ക്യാമറ അവിടെ കണ്ടു. ആദ്യത്തെ ആ ക്യാമറ എവിടെയാ വെച്ചത്? ദൈവം. ഇനിയിപ്പോൾ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അത് മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും കണ്ടുപിടിക്കാനായില്ല. എന്നാൽ ദൈവത്തിൻ്റെ ക്യാമറ സർവ്വ ലോകത്തുമുണ്ട്. എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും എൻ്റെ നിരൂപണങ്ങളും എൻ്റെ ഇടപാടുകളും ആ ക്യാമറ ഒപ്പിയെടുത്തിട്ട് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീകതാകലും അതിന് തക്കവണ്ണമുള്ള പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ മറന്നുപോകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്നൊരു ദൈവസ്നേഹം നമ്മളിൽ നിന്ന് ബഹിർഗമിച്ചുകൊണ്ടിരിക്കണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാൻ, ആത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും പ്രധാനമായ ഒരു തെളിവ് പറയാമോ നിങ്ങൾക്ക്? പാപബോധം. മനസ്സിലായോ? കൃപാവരങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞതിൽ വന്ന മിസ്റ്റേക്ക്, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്തത് ശരിയായില്ല, ആ പറഞ്ഞത് ശരിയായില്ല, ആ ഇടപെട്ടത് ശരിയായില്ല. സ്വത്രം. ആ സാമ്പത്തികം വാങ്ങിയിട്ട് അത് കൊടുക്കാതിരുന്നില്ലേ, അത് ശരിയായില്ല. എത്ര പേർക്ക് ഉണ്ടാകുന്നുണ്ട്? ഒരു വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? മാറ്റിക്കളയുക. ഒരു സോറി പോലും പറയാതെ പിന്നെ കാണുമ്പോൾ, കാരണം എന്താ? പരിശുദ്ധാത്മാവില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ചവര് ആത്മഫലങ്ങളും വരങ്ങളും അവരിൽ നിന്ന് പുറപ്പെടണം. എനിക്കത് നിർബന്ധമാണ്. ഉപദേശത്തിൽ ഞാൻ പറയുക, എന്നിൽ അങ്ങനെ എന്തെങ്കിലും കാണാതിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. ഞാനൊരു മനുഷ്യനല്ലേ? യാക്കോബ് നാം പലരും പലതിനും തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരുന്നതാണ് പരിശുദ്ധാത്മാവ്. 8 പോക്കറ്റ് ഇട്ടുകൊണ്ട് കാണിക്കുന്ന കോമാളിത്തരം പരിശുദ്ധാത്മാവിനാണെന്ന് പറഞ്ഞാൽ അത് പാപമാണ്, തെറ്റാണെന്ന് തെളിച്ചു പറയുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുമെന്നാണ് ഞാൻ എനിക്ക് വിശ്വാസം. അത് തെറ്റിനെതിരെ നമ്മൾ പറയുകയല്ലേ ചെയ്യും. ഈ ആത്മീയ ഓളത്തിൽ കാണുന്ന ഈ ഊതി വീഴ്ചല്, ഉന്തി വീഴ്ചല്, കൊല, ചിരി, ഛർദ്ദിപ്പിക്കല്, ഈ ഭൗതികത്തിന് വേണ്ടിയുള്ള ഈ അക്രാന്തങ്ങൾ മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിലല്ല ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കാം. ആ മുദ്ര അവർ നഷ്ടപ്പെടുത്തി, അവർ ദൈവവചനത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അന്യാത്മാവിനാൽ ഭരിക്കപ്പെടുകയാണ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം പൗലോസ് പറയുക, പരിശുദ്ധാത്മാവിന്റെ മുദ്ര, അവകാശത്തിന്റെ മുദ്ര നമുക്ക് തന്നിരിക്കുക. ആ മുദ്ര നഷ്ടപ്പെടുത്തി കളയരുത് സഹോദരങ്ങളെ. ആ മുദ്ര നഷ്ടപ്പെടുത്തി കളയരുത് ദൈവദാസന്മാരെ. ആ മുദ്ര നഷ്ടപ്പെടുത്തി കളയരുത് വാത്സല്യ ദൈവമക്കളെ. ഓ ഹല്ലേലൂയ. ആ മുദ്ര നഷ്ടപ്പെടുത്തുന്നതിന് മുൻപ് നമ്മൾ മരിക്കാനങ്ങ് ആഗ്രഹിച്ചു, അതായിരിക്കും നല്ല, സ്വർഗത്തിൽ പോവാം. പരിശുദ്ധാത്മാവ് പോയിട്ട് മറ്റൊരാത്മാവ് കയറി വന്ന് മേഞ്ഞ് ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, വചന വ്യവസ്ഥ വിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, മറ്റുള്ളവരെ ചതിച്ച്, മറ്റുള്ളവരെ വഞ്ചിച്ച്, മറ്റുള്ളവരെ രക്ഷപ്പെടി നഷ്ടപ്പെടുത്തുന്ന
പ്രവർത്തനങ്ങൾ. എന്ത് പ്രവർത്തനങ്ങളാണ്? വേല വേല എന്ന് ചൊല്ലി വേലയില്ലാ സ്ഥലം പോലെ നാലുപാടും തുരന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവാ കൊണ്ടുവാ. ദൈവം പറയും, ഈ ജാലസുവിശേഷന്മാരെ മുഴുവൻ കൊണ്ടുവാ, എല്ലാത്തിനെയും നരകത്തിൽ തള്ളിക്കളയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ കണ്ണ് ഭൂമിയിലൊക്കെ കൂടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ച് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ഒരവകാശത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്താണ് അവകാശം? പത്രോസ് പറഞ്ഞല്ലോ, ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരവകാശം, ഒരു രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, ഒരു പുതിയ ആകാശം പുതിയ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവത്തോടൊപ്പമുള്ള ഒരു വാഴ്ച. അതിനുവേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ, ഈ ആത്മാവിനെ പ്രാപിച്ചവർ, ദൈവാത്മാവിന് ഹിതമല്ലാത്ത നിലയിൽ ഇടപെട്ടാൽ നമ്മുടെ അവകാശം നഷ്ടമാണ്. ഇതിൽ കുറച്ച് പറയാൻ എനിക്കറിയില്ല. ഞാൻ മുമ്പൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന വചനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാ പൗലോസ് പറയുന്ന ഭാഗം ശ്രദ്ധിച്ച് കേട്ടോണേ. സ്തോത്രം 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 സ്തോത്രം. അത് നിമിത്തം ഞാൻ നിങ്ങൾക്കും തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ജനത്തെ വീണ്ടെടുക്കണം. കർത്താവ് വരുമ്പോൾ, ഈ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ വാനമകത്തിലേക്ക് സഖ്യതെടുക്കണം. അതിന് സ്തോത്രം പറയുന്നൊരു പേരാണ് റാപ്ചർ. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, റാപ്ചർ ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറയും, പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടും, അല്ലാത്തവർക്കോ വേറൊരു കർത്താവ് വരും ചേർക്കാൻ. സ്തോത്രം. ശ്രദ്ധിച്ച വാക്യത്തിൻ്റെ ഘടന. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്വത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഫോറസ്റ്റ് ഏരിയയിൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ വലിയ വലിയ സ്വതന്ത്രം മരങ്ങൾക്ക് നടുവിലിങ്ങനെ ഒരു വട്ടത്തിൽ അവരിങ്ങനെ സ്കിന്നൊക്കെ ചൊത്തി എടുത്ത് കളഞ്ഞിട്ട് ഒരു ബ്ലാക്ക് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു മഞ്ഞ നമ്പർ ഇട്ട് കൊടുക്കും. RS വേറെ എന്തെങ്കിലും കിട്ടിയൊരു കോഡ് നമ്പർ കൊടുത്തിട്ട് ഇത്ര നമ്പർ, അത് ഗവൺമെൻറ് മുദ്രയിട്ടിരിക്കുക. ആ മരം വെട്ടിയാൽ വരും. മുദ്രയില്ലാത്തതിനൊക്കെ വെട്ടാൻ പറ്റും. മുദ്രയുള്ളത് വെട്ടിക്കഴിഞ്ഞാൽ കേസാവും, കോടതിയിൽ പോകേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം മുദ്രയിട്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര വീണവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ദൈവം അവനെ സന്ദർശിച്ച് അവനെ രക്ഷയിലേക്ക് നടത്തുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ നടന്നില്ലെങ്കിൽ പോലും ഈ മുദ്രയേറ്റവൻ, സ്തോത്രം, ഏതെങ്കിലും നിലയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവൻ പേടിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വരവിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വരും. ആ മുദ്രയുള്ളവൻ ആത്മസ്വഭാവത്തോടെ ജീവിച്ചാൽ, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, ആത്മഫലങ്ങളും വരങ്ങളും പുറപ്പെടുവിച്ചാൽ, അവൻ കർത്താവിൻ്റെ വരവിൽ അവന് രൂപാന്തരം കിട്ടും. ആ അനുഭവത്തിൽ ജീവിച്ച് മരിച്ചു പോയാൽ അവൻ ഉയർപ്പ് കിട്ടും, യാതൊരു സംശയവുമില്ല. അതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം. അതിൻ്റെ തനിമയോടുകൂടി ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കർശനപ്പെടുക. ആ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-16 കൂടി വായിച്ചേ. കേട്ടില്ലേ? അവിടെ ഒരു നിമിഷം. അത് നിമിത്തം ഞാൻ നിങ്ങൾക്കും കർത്താവ് യേശുവിലുള്ള വിശ്വാസത്തെയും, അപ്പൊ എഫേസിലെ സഭയിലെ വിശ്വാസികളുടെ വിശ്വാസവും വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഞങ്ങൾ ഇടപെടാതെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കൂടി ചിന്തിച്ച് നമുക്ക് ആമേൻ പറയാം. അതുകൂടി ചിന്തിക്കണം, കാരണം അത് വളരെ ഗഹനമായൊരു വിഷയമാണ്. പൗലോസ് എഫേസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പാസ്റ്റർമാർ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പൗലോസ് എഫേസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തമ്മിൽ നമ്മളൊന്ന് പഠിക്കണം. റോഡൻ സഭയിൽ ഒരു പാസ്റ്റർ ഇരിക്കുന്ന വേളയിൽ ഞാൻ അവിടെ ചെന്നു ദൈവത്തിനും പ്രസംഗിച്ചു. അദ്ദേഹം ഒരു ഡയറി എടുത്ത് എൻ്റെ മുമ്പിൽ കൊണ്ടുപോയി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ തിക്കുള്ളൊരു ഡയറി എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഈ ഡയറി കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ടല്ലോ, വളരെ മനോഹരമായിരിക്കും. ഈ ഡയറി മുഴുവൻ ഇവിടെ വരുന്ന വിശ്വാസികളുടെ വിഷയങ്ങൾ എണ്ണി എണ്ണി പ്രാർത്ഥിച്ചു. ഞാനെന്താ പറയണ്ടേ? ഞാനെന്നും പറയട്ടെ, ഈ പ്രാർത്ഥന എടുത്താൽ പറയില്ല.
ഈ ലേഖനം എഴുതുമ്പോൾ ആരൊക്കെ ഉണ്ട് ഇവിടെ? ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധമായി എഴുതുന്നത് ആരൊക്കെയുണ്ട് ഇവിടെ? ഇതിലിവിടെ ആരും പറയുന്നില്ല. പക്ഷെ എല്ലാ ലേഖനങ്ങളിലും പറയും തിമോഥെയോസ്, യേശുസ് ആരെങ്കിലും കൂടെ ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കുന്ന വേളകളിലൊക്കെ അവർ ദൈവദാസന്മാരെ പ്രാരംഭ സമയത്ത് ഈ ലേഖനത്തിൽ അത് കാണുന്നില്ല. പക്ഷെ ഇവിടെ ഈ പൗലോസും കൂടെയുള്ളവരും കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻസ് നമുക്കൊന്ന് സ്തോത്രം ഒന്ന് കേട്ടിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതിൻ്റെ